അച്ഛനും മകളും തമ്മിലുള്ള അന്തർധാര ഇപ്പോഴും സജീവമാണ്. വീട്ടുകാർക്ക് അറിയില്ലെന്നേ ഉള്ളൂ. ഈ കാറ് ബ്രേക്ക് ഇട്ട് നിർത്താതെ തന്റെ പുന്നാര മോളുടെ നെഞ്ചത്തോട്ട് കയറ്റാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്ത പിടഞ്ഞു ചാവുന്നതിന് മുൻപ് ആ ചെയ്തത് ഞാനാണെന്ന് താൻ അറിയാതെ പോവും. അതുകൊണ്ട് മാത്രം താൻ ഇപ്പോഴും എന്റെ മുൻപിലെ ജീവനോടെ നിൽക്കുന്നേ. മതി, എനിക്കല്പം തിരക്കുണ്ട്. ഏയ്, ഇപ്പോഴേ എങ്ങനെ പേടിച്ചോടിയാൽ എങ്ങനാ? എന്റെ മൗനം ഭയമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ മാറ്റിക്കോ, അതാ നല്ലത്. ആദ്യം മുന്നറിയിപ്പ്, പിന്നീട് ആക്ഷൻ. അതാണ് ഈ ദിവ്യപ്രഭയുടെ ഒരു രീതി. മുന്നറിയിപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷവും മരണം തന്നെ തേടി വരാം. ആ പേടിയോടെ വേണം താൻ ഇനി ജീവിക്കാൻ. ആരായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. അതിൽ പേടിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം എനിക്ക് തീരെയില്ല. ഇപ്പൊ ഇവിടുന്ന് പോയ നിങ്ങളുടെ മോളുണ്ടല്ലോ, അവളുടെ കല്യാണം കാണണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? അല്ല, മോനൊരുത്തനുണ്ടല്ലോ അഭിമന്യു, അവന്റെ കല്യാണം കാണണമെന്നും തനിക്ക് ആഗ്രഹമില്ലേ? തന്റെ മക്കൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഓമന മുഖങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതുങ്ങളെ ഒരു നോക്ക് കാണണമെന്നും കൊഞ്ചിക്കണമെന്നും തനിക്ക് ആഗ്രഹമില്ലേ? മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ദേ ഇപ്പൊ ഈ മുഖത്ത് തെളിഞ്ഞു കാണാം. അതുകൊണ്ട് നുണ പറയാൻ ശ്രമിക്കണ്ട. ഇപ്പൊ തനിക്ക് ആഗ്രഹങ്ങൾ തോന്നി തുടങ്ങി. ഇനി താൻ മരണത്തെ ഭയക്കും. എന്റെ അച്ഛൻ ഒരിക്കൽ ജീവിക്കാൻ കൊതിച്ചതുപോലെ താനും ജീവിക്കാൻ കൊതിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരിക്കും. മരണം തന്നെ തേടി എത്തിക്കഴിഞ്ഞിരിക്കും. വിതച്ചത് കൊയ്യാൻ തയ്യാറായിക്കോ അനന്തകൃഷ്ണ. എന്റെ അച്ഛനോട് നീ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് നിനക്ക് മാപ്പില്ല. സുന്ദരിയായിട്ടുണ്ട്. അല്ലേലും എന്റെ മക്കൾ 5 പേരും സുന്ദരിമാരാണ്. വിവേകിന്റെ കുടുംബത്തില് കൂടുതൽ ചെറുക്കന്മാരുണ്ടെങ്കിലേ ബാക്കിയുള്ള പഞ്ചരത്നങ്ങളെയും ആ കുടുംബക്കാര് തന്നെ കൊണ്ടുപോകും. ഇവിടുത്തെ എന്ത് ഫംഗ്ഷൻ ഇവര് വന്നാലും എന്തെങ്കിലും പ്രശ്നം ഉറപ്പാ. ഇന്ന് എന്ത് പുകയിലാണാവോ ഉണ്ടാക്കാൻ പോന്നെ. ഇന്നലെ അംബിക ഉള്ളതുകൊണ്ട് വരാൻ പറ്റാത്തതിനാൽ അമ്മയുടെ നെഞ്ച് വല്ലാതെ വേദനിക്കായിരുന്നു. ഇന്ന് ആ സങ്കടം കൂടി തീർക്കാനാ ഞാൻ വന്നത്. കലയമ്മയും അംബികമാമിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തീർത്തോളാം. നീ വലിയവളാ മോളെ. അത്രയും നല്ലൊരു മനസ്സുള്ളത് കൊണ്ടല്ലേ ഞാനും അംബികയും തമ്മിലുള്ള പ്രശ്നം തീർക്കാമെന്ന് നീ പറഞ്ഞത്. ഈ സ്നേഹം സത്യാണോ കപടമാണോന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. ഈ ഒരു കല്യാണാലോചന മുടങ്ങിയ സ്വാഭാവികമായും 3 കല്യാണവും മുടങ്ങിക്കോളും. എനിക്ക് അകത്തേക്ക് വരാമോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.